ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൂട്ടും സ്റ്റെമ്മും അതിൻ്റെയൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടായിരുന്നു സൈക്കസിൽ. ഈ സൈക്കസിലെ റാച്ചിസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നോക്കുന്നത്. റാച്ചിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇപ്പോൾ സൈക്കസിൻ്റെ ഒരു ലീഫ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ലീഫിന് വരുന്നത്. ഏകദേശം കേട്ടോ, കറക്റ്റ് ഇതാണെന്നല്ല, ഏകദേശം ഇങ്ങനെ ഒരുപാട് ലീഫ്ലെറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഈ ലീഫ്ലെറ്റ് നിൽക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റാച്ചിസ്. ലീഫ്ലെറ്റ് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് എന്ത്? റാച്ചിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റാച്ചിസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇനി റാച്ചിസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. റാച്ചിസ് എന്ന് പറയുമ്പോൾ സർക്കുലർ ആയിരിക്കും, അതുപോലെ തന്നെ ബൈകോൺവെക്സ് ഫ്ലാറ്റ് ആയിരിക്കും. അതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ബൈകോൺവെക്സ് സർക്കുലർ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് അതിനുള്ളത്. അതിൽ 4 ഭാഗങ്ങളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് റാച്ചിസ് എന്ന് പറയുന്നത്. റാച്ചിസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ് അതിൻ്റെ ആ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ കാണുന്നത്. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, ഗ്രൗണ്ട് ടിഷ്യൂ, വാസ്കുലർ ടിഷ്യൂ. അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ആ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ, റാച്ചിസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് 4 ഭാഗങ്ങളായിട്ടാണ്. അതിൽ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് എന്ത്? എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ. അത് യൂണിസെറിയേറ്റ് ആണ്, അതായത് ഒരൊറ്റ ലെയറേ ഉള്ളൂ. അത് കവർ ചെയ്തുകൊണ്ട് തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സങ്കണായിട്ടായിരിക്കും ഉണ്ടാവുക. ഇറഗുലർലി സ്കാറ്റേർഡ് ആണ്, അതായത് അവിടെ ഇവിടെ സ്കാറ്റർ ചെയ്തിട്ടാണ് എന്തുള്ളത്? സ്റ്റൊമാറ്റ ഉള്ളത്. ഓക്കെ, സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റൊമാറ്റ ഇങ്ങനെ ഒരു കുഴി പോലെ ഉള്ള സ്ഥലത്ത്, കുഴിയുടെ ഉള്ളിലാണ് എന്തുണ്ടാവുക? സ്റ്റൊമാറ്റ ഉണ്ടാവുക. അതിനാണ് നമ്മൾ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പൊതുവേ പറയാറ്. ഓക്കെ, അങ്ങനെ സങ്കണായിട്ടുള്ള സ്റ്റൊമാറ്റകൾ, സങ്കണായിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ് സ്റ്റൊമാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണ്? സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ആണ്. അതായത് ട്രാൻസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു അഡാപ്റ്റേഷൻ, അതായത് ക്യൂട്ടിക്കിൾ, സങ്കണായിട്ടുള്ള സ്റ്റൊമാറ്റ എന്നൊക്കെ പറയുന്നത്. സ്റ്റോമയിൽ 2 ഗാർഡ് സെൽസും 2 സബ്സിഡറി സെൽസും ആണ് ഉള്ളത്. ഈ എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയായിട്ട് ഹൈപ്പോഡെർമിസ് ഉണ്ട്. അതിൽ 2 ടൈപ്പ് ഓഫ് സെൽ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പുറത്ത് 2ഓ 3ഓ ലെയർ തിൻ വാൾഡ് ക്ലോറങ്കൈമാറ്റ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ലെയേഴ്സ് സ്ക്ലീറങ്കൈമാറ്റ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് ഹൈപ്പോഡെർമിസിൽ. അതിൽ 2-3 ലെയർ തിൻ വാൾഡ് ആയിട്ടുള്ള ക്ലോറങ്കൈമാറ്റസും ബാക്കിയുള്ള ലെയേഴ്സ് സ്ക്ലീറങ്കൈമാറ്റ സെൽസ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൈപ്പോഡെർമിസിൻ്റെ താഴെയായിട്ടാണ് എന്ത്? നമ്മുടെ പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂ ഉള്ളത്. നമ്മൾ പറഞ്ഞു 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, ഗ്രൗണ്ട് ടിഷ്യൂ ആൻഡ് വാസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ ഭാഗമാണ് എന്താ? ഗ്രൗണ്ട് ടിഷ്യൂ. അതെന്താണ്? പാരങ്കൈമാറ്റസ് ആയിരിക്കും. അതിലെന്താണ്? ഒരുപാട് മ്യൂസിലേജ് കനാൽസും ഉണ്ടായിരിക്കും. ഗ്രൗണ്ട് ടിഷ്യൂവിൽ ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് ഒമേഗ, ഇൻവേർട്ടഡ് ഒമേഗ ലൈക്ക് അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ ഷേപ്പ്ഡ് ആയിട്ടാണ് എന്ത് ഈ ഒരു വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതാണ് എന്ത്? ഇൻവേർട്ടഡ് ഒമേഗ ഷേപ്പ് എന്ന് പറഞ്ഞത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവേർട്ടഡ് ഒമേഗ അല്ലെങ്കിൽ ഹോഴ്സിൻ്റെ ഷൂ പോലത്തെ ഷൂ ലൈക്ക് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് എന്തിനുള്ളത്? വാസ്കുലർ ബണ്ടിൽസ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻവേർട്ടഡ് ഒമേഗ, നമ്മൾ ഒമേഗ എങ്ങനെ എഴുതാം? ഇങ്ങനെയല്ല എഴുതാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻവേർട്ടഡ് ഒമേഗ ലൈക്ക് ആയിട്ടാണ് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ പോലെയാണ് എന്ത് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാസ്കുലർ ബണ്ടിൽസിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ അത് ഡിപ്ലോസൈലിക് ആണ്, കൺജോയിൻ്റ് ആണ്, കൊളാട്രൽ ആണ്, ഓപ്പൺ ആണ്. കൺജോയിൻ്റ് ആണ്, കൊളാട്രൽ ആണ്, ഓപ്പൺ ആണ്. യൂണിസീരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടിസീരിയേറ്റ് ആയിട്ടുള്ള പെരിസൈക്കിൾ ഉണ്ടായിരിക്കും. ഓരോ ബണ്ടിലിനും
എന്തുണ്ടാവും, യൂണിസീരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടിസീരിയേറ്റ് ആയിട്ടുള്ള പെരിസൈക്കിൾ ഉണ്ടായിരിക്കും. അതിന് ചുറ്റും പെരിസൈക്കിളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ. കൺജോയിന്റ് കൊളാട്രൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഒരേ റേഡിയസിലായിരിക്കും എന്തുണ്ടാവുക, സൈലും ഫ്ലോയും ഉണ്ടാവുക. അതാണ് കൺജോയിന്റ് കൊളാട്രൽ. ഓപ്പൺ എന്ന് പറയുമ്പോൾ അതിൽ ക്യാമ്പിയം ഉണ്ട് എന്നുള്ള മീനിങ് ആണ്. എന്ത്, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഡിപ്ലോസൈലിക് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ അടുത്ത പോയിന്റ്സിൽ ഡിസ്കസ് ചെയ്യും. ഓരോ ബണ്ടിലും കവർ ചെയ്തുകൊണ്ട് സ്ക്ലീറൻകൈമാറ്റസ് ആയിട്ടുള്ള തിക്ക് വാൾഡ് സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ടായിരിക്കും. ഓരോ വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും തിക്കായിട്ടുള്ള ഒരു സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് ഉണ്ടാവും. അതിന് നമ്മൾ ബണ്ടിൽ ഷീത്ത് എന്നാണ് പറയാം. സിംഗിൾ ലെയേർഡ് ആയിരിക്കും. ഓക്കെ. ഇനി ഡിപ്ലോസൈലിക് ആണെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ 2 ടൈപ്പ് സൈലം ഉണ്ട്. സെൻട്രിഫ്യൂഗൽ സൈലം ഉണ്ട്, അതുപോലെ സെൻട്രിപിറ്റൽ സൈലം ഉണ്ട്. അതായത് എൻഡാർക്ക് സൈലം ഉണ്ട്, എക്സാർക്ക് സൈലം ഉണ്ട്. എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോസൈലം സെന്ററിലാണ്. എക്സാർക്ക് എന്ന് പറഞ്ഞാലോ പ്രോട്ടോസൈലം പെരിഫറിയിലും. ഇനി സൈലം എന്ന് പറയുന്നത് സെന്ററിലേക്കും ഫ്ലോ എന്ന് പറയുന്നത് പെരിഫറിയിലേക്കും ആയിരിക്കും ഉണ്ടാവുക. അതിന് രണ്ടിനും ഇടയിലായിട്ട് കാമ്പിയം സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ് ഓരോ സ്ഥലത്തും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബേസിൽ റാച്ചസിൻ്റെ ബേസലിൽ വേറൊരു അറേഞ്ച്മെൻറ്റ്, മിഡിലിൽ വേറെ അറേഞ്ച്മെൻറ്റ്, അപ്പറിലേക്ക് വരുമ്പോൾ വേറെ അറേഞ്ച്മെൻ്റ് ആണ് ഉണ്ടാവാറ്. ഓക്കെ. ഇനി ബേസൽ റീജിയനിൽ, വാസ്കുലാർ ബണ്ടിലിൻ്റെ ബേസൽ റീജിയനിൽ റാച്ചസിൻ്റെ ബേസൽ റീജിയനിൽ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ സൈലായിരിക്കും ഉണ്ടാവുക. അതായത് സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ എൻഡാർക്ക് കണ്ടീഷൻ. അതായത് എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസൈലം എന്താണ് സെൻറ്ററിൽ, പ്രോട്ടോസൈലം സെൻറ്ററിലുള്ള ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് എന്ത്, എൻഡാർക്ക് എന്ന് പറയുന്നത്. അപ്പം ബേസൽ റീജിയന്, റാച്ചസിൻ്റെ ബേസൽ റീജിയനിൽ സെൻട്രിഫ്യൂഗൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും വാസ്കുലാർ ബണ്ടിൽസിന് ഉണ്ടാവുക. അതായത് എൻഡാർക്ക് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. മിഡിൽ പോർഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തിക്ക് വാൾഡ് ആയിട്ടുള്ള സെൽസ് ഡെവലപ്പ് ചെയ്യും. പ്രോട്ടോസൈലത്തിന് ബിഹൈൻഡായിട്ട് തിക്ക് വാൾഡ് ആയിട്ടുള്ള സെൽസ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഏകദേശം എന്താണ്, അത് ഫൈനലി അത് എന്തായി മാറും, സെൻട്രിപിറ്റൽ സൈലമായിട്ട് മാറും. അവിടെ ഒരു എക്സാർക്ക് കണ്ടീഷനാണ്. എക്സാർക്ക് എന്ന് പറയുമ്പോൾ പ്രോട്ടോസൈലം പെരിഫറി എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, ബേസൽ റീജിയന് സെൻട്രിഫ്യൂഗൽ ആയിരിക്കും. മിഡിലിൽ കുറച്ച് എന്താണ്, സെൻട്രിഫ്യൂഗൽ ആയിക്കൊണ്ടിരിക്കും, സെൻട്രിപെറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത്, മിഡിൽ പോർഷനിൽ. അപ്പർ പോർഷനിൽ സെൻട്രിഫ്യൂഗലിനേക്കാൾ കൂടുതലായിട്ട് സെൻട്രിപെറ്റൽ ആയിട്ടുള്ള സൈലമാണ് കാണുന്നത്. ഓക്കെ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗൽ സൈലം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് പോലെയാണ്, ചെറിയ ചെറിയ ഗ്രൂപ്പ് പോലെയാണ് സെൻട്രിഫ്യൂഗൽ സൈലം ഉണ്ടാവുന്നത്. അത് സെൻട്രിപിറ്റൽ സൈലത്തിൻ്റെ 2 സൈഡിലും ആയിട്ടാണ് എന്ത്, ഈ സെൻട്രിഫ്യൂഗൽ സൈലം കാണുന്നത്. സെൻട്രിഫ്യൂഗൽ സൈലം എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ടിപ്പിൽ എന്തായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും. എക്സ്ട്രീം ആയിട്ടുള്ള, അതായത് അപ്പർ റീജിയനിൽ എന്തായിരിക്കും, ഈ ഒരു സെൻട്രിഫ്യൂഗൽ സൈലം ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് എൻഡാർക്ക് ആയിരിക്കും ബേസിൽ. മിഡിലിൽ എന്തായിരിക്കും, സ്യൂഡോ എൻഡാർക്ക്, അതായത് നമ്മളൊരു എന്താണ് തിക്ക് വാൾഡ് ആയിട്ടുള്ള സെല്ല് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. തിക്ക് വാൾഡ് ആയിട്ടുള്ള സെല്ല് പ്രോട്ടോസൈലത്തിൻ്റെ ബിഹൈൻഡായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്താണ്, ഒരു സ്യൂഡോ എൻഡാർക്ക്, അതായത് എൻഡാർക്കിൽ നിന്ന് എക്സാർക്ക് ആയി മാറുന്ന ആ ഒരു കണ്ടീഷൻ, അതാണ് എന്ത്, മിഡിൽ പോർഷനിൽ നടക്കുന്നത്. എക്സാർക്കാണ് ഇവിടെ എപ്പെക്സിൽ ഉണ്ടാവുക. റാച്ചസിൻ്റെ എപ്പെക്സിൽ എക്സാർക്ക് കണ്ടീഷനാണ് വാസ്കുലാർ ബണ്ടിൽസ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ ആണ് നടക്കുന്നത് അല്ലേ, ഗ്രാജുവൽ ആയിട്ട് ട്രാൻസിഷൻ നടക്കുകയാണ്. എൻഡാർക്കിൽ നിന്ന് സ്യൂഡോ എൻഡാർക്കായി പിന്നെ എക്സാർക്ക് കണ്ടീഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ബേസിൽ നിന്ന് എപ്പെക്സ്, റാച്ചസിൻ്റെ ബേസിൽ നിന്ന് എപ്പെക്സിലേക്ക് എത്തുമ്പോഴത്തേന് എൻഡാർക്കായിട്ടുള്ള സൈലം എന്തായിട്ട് മാറുകയാണ്, എക്സാർക്കായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കാം.
ഓക്കെ, നമ്മൾ പറഞ്ഞു വാസ്കുലാർ ബണ്ടിൽസ് ബൈകോൺവെക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്, ഒരു പ്രത്യേക ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ വരയ്ക്കാൻ പഠിക്കുക. കാരണം ചില സമയങ്ങളിൽ എക്സ്പ്ലെയിൻ അങ്ങനെ ചോദിക്കാറുണ്ട്. ഡ്രോ ദ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് റാച്ചിസ് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാ ഡയഗ്രാംസും നോക്കി വയ്ക്കാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അതേപോലെ വരച്ചാൽ മതി. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് എപ്പിഡെർമിസ് ഉണ്ട്, എപ്പിഡെർമിസിന്റെ താഴെയായിട്ട് എന്തുണ്ട്, ഹൈപ്പോഡെർമിസ് ഉണ്ട്. ഹൈപ്പോഡെർമിസിൽ 2 ടൈപ്പ് സെല്ലുകളുണ്ട്, അതായത് ക്ലോറങ്കൈമാറ്റസ് സെല്ലും അതുപോലെ തന്നെ സ്ക്ലെറങ്കൈമാറ്റസ് സെൽസും ഉണ്ട്, ലെയേഴ്സ് ആയിട്ട് വരുന്നത്. ആദ്യം ഒരു 2-3 ലെയർ ക്ലോറങ്കൈമാറ്റസും ബാക്കി ക്ലിയറങ്കൈമാറ്റസും ആണെന്ന് പറഞ്ഞു. പിന്നെ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് ഒമേഗ, ഇൻവേർട്ടഡ് ഒമേഗ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഗ്രൗണ്ട് ടിഷ്യൂ അതൊക്കെ വരയ്ക്കാം. അത് സ്റ്റീൽ വരയ്ക്കുമ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗൽ സ്റ്റീലും സൈലും സെൻട്രിപെറ്റൽ സൈലും വരയ്ക്കുക. അങ്ങനെ നോക്കി വരയ്ക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എൻലാർജ്ഡ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻലാർജ്ഡ് പോർഷൻ നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പോർഷൻ എൻലാർജ്ഡ്. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ് ആണ്, അത് യൂണിസെറിയേറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റൊമാറ്റ സങ്കണായിട്ട്, അതാ നമ്മൾ പറയില്ല ഒരു കുഴിയിലാണ് എന്തുണ്ടാവുക, സ്റ്റൊമാറ്റ ഉണ്ടാവുക. പിന്നെ അത് എപ്പിഡെർമിസിന് കവർ ചെയ്തുകൊണ്ട് തിക്കായിട്ടുള്ള ക്യൂട്ടിക്കൽ ഉണ്ടായിരിക്കും. പിന്നെ ഹൈപ്പോഡെർമിസ് 2 ടൈപ്പ് സെൽസ് ആണ്. ആദ്യത്തെ ഒരു 4 ലെയർ എന്ന് പറയും, 2 to 3 ലെയർ ക്ലോറങ്കൈമാറ്റസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് സ്ക്ലിയറങ്കൈമാറ്റസ് ആയിട്ടാണ് ഹൈപ്പോഡെർമിസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അതിൽ ചില സ്ഥലങ്ങളിൽ മ്യൂസിലേജ് കനാൽസ് കാണാറുണ്ട്. അതിൽ എന്താണ് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്, വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത് ഡിപ്ലോസൈലിക് ആണ്, അതായത് സെൻട്രിഫ്യൂഗൽ സൈലും ഉണ്ട്, സെൻട്രിപെറ്റൽ സൈലും ഉണ്ട്. കൺജോയിൻ്റ് ആണ്, കൊളാറ്ററൽ ആണ്, ഓപ്പൺ ആണ്. ഒമേഗ ലൈക്ക് ആയിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് പെരിസൈക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ 1 ലെയർ ഓഫ് എന്തുണ്ട്, ഒരു സിംഗിൾ ലെയർ ഓഫ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്, സ്ക്ലെറങ്കൈമാറ്റ സെൽസ് ഉണ്ട്. പിന്നെ ഫ്ലോയും സൈലും എന്താണ്, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായിട്ട് കാമ്പിയം പ്രസൻ്റ് ആണ്. പിന്നെ സെൻട്രിഫ്യൂഗൽ സൈലം എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ സൈലത്തിൻ്റെ 2 സൈഡിൽ കാണുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാം. ഇതിപ്പോൾ ബേസ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും. മിഡിലാവുമ്പോൾ എന്തായിരിക്കും, ഒരു ട്രാൻസിഷൻ ആയിരിക്കും, സ്യൂഡോ എൻഡാർക്ക് കണ്ടീഷൻ ആയിരിക്കും. പിന്നെ അപ്പർ പോർഷനിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കാം, എൻഡാർക്ക് എന്നുള്ളത് കംപ്ലീറ്റ് എക്സാർക്കായിട്ട് മാറിയിട്ടുണ്ടാവും. അത്രയാണ് എന്തുള്ളത് നമുക്ക് റാച്ചിസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ പറയാനുള്ളത്. അപ്പോൾ ഫിഗർ വരയ്ക്കാനായിട്ട് നന്നായിട്ട് പഠിക്കാം. ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എന്താണ്, കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത് ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫിഗർ വരയ്ക്കാൻ തന്നെ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ അഥവാ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് റാച്ചിസ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.